ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് മെഡിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചിട്ടാണ്. ഇത് മെയിനായിട്ടൊരു ടോപ്പിക്കായിട്ട് എടുക്കാൻ കാരണം കമൻസിൽ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. മെഡിക്കൽ ഫിറ്റ്നസിനെ കുറച്ച് മുന്നേ തൊട്ടിട്ട് എനിക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഐ വിഷനെ കുറിച്ചിട്ടൊക്കെ. അതുകൂടാതെ ഇൻസ്റ്റയിലാണെങ്കിലും കുറച്ച് കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് ഐസൈറ്റ് എങ്കിൽ മെഡിക്കലി ഫിറ്റ് ആകുമോ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടി അത് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കാണി കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. മെർച്ചന്റ് നേവിയിലേക്ക് ജോലിക്ക് കയറാൻ നിൽക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അതുകൂടാതെ ഇൻസ്റ്റ ID കൂടി ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഷിപ്പിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഷിപ്പിൽ ജോലി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം, അതായത് ഈ ഒരു ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അതായത് ഈ ഒരു കോഴ്സ് അതായത് മെർച്ചന്റ് നേവി റിലേറ്റഡ് കോഴ്സ് ചെയ്യുന്നതിന് മുന്നേയും നിങ്ങൾ ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം. അതുപോലെ ഓരോ തവണ ഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്തും ഇത് ആവശ്യമാണ്. ഇതെന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കോഴ്സ് നിങ്ങളിപ്പം മെർച്ചന്റ് നേവി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് പഠിക്കാൻ നിൽക്കുന്നു. അപ്പോൾ അതിന് മുന്നേ എന്തായാലും ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇതെടുക്കാതെയാണ് കോഴ്സ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഈ മെർച്ചന്റ് നേവി റിലേറ്റഡ് കോഴ്സസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഫീസ് വരുന്നുണ്ട്. ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് ഒന്നും അറിയാതെയാണ്, മെഡിക്കലി ഫിറ്റ് ആണെന്നൊക്കെ അറിയാതെയാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നതെങ്കിൽ അത്രയും വർഷവും നിങ്ങൾക്ക് നഷ്ടമാവും. അതുപോലെ ഈ ഫീസും നിങ്ങൾക്ക് നഷ്ടമാവും. അതായത് ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മെഡിക്കലി ഫിറ്റ് അല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, പോയിന്റ് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞത്? അതായത് കോഴ്സ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല, അപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം എന്തെങ്കിലും നിങ്ങൾ മെഡിക്കലി ഫിറ്റ് അല്ല എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആ സമയം നിങ്ങൾ ഈ പഠിച്ച ടൈം വേസ്റ്റ് ആകും, അതുപോലെ ഫീസ് അടച്ച പൈസയും വേസ്റ്റ് ആകും. അതുകൊണ്ടാണ് ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് അത് പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ മെഡിക്കലി ഡിഫക്റ്റ്, അതായത് ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് സർട്ടിഫിക്കറ്റിൽ കാണിക്കും. അപ്പം നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് എപ്പോഴാണ് ഈ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നത്? ഷിപ്പിൽ ജോയിനിങ് ചെയ്യുന്ന സമയത്ത്. അത് ഫസ്റ്റ് ജോയിനിങ്ങിൽ മാത്രമല്ല, ഷിപ്പ് നിങ്ങൾ സൈൻ ഓഫ് ചെയ്ത് പിന്നെ ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഷിപ്പിലേക്ക് നിങ്ങൾ പിന്നെയും സൈൻ ഓൺ ചെയ്ത് പോകുന്ന ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്തും ഓരോ വർഷവും ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം. നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 വർഷമാണ്. പക്ഷെ ചില കമ്പനീസ്, ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അവർ ഇയർലി, അതായത് ഓരോ കോൺട്രാക്റ്റിലും ഓരോ തവണ ഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്തും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ട്, മെഡിക്കലി ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഇത് നിങ്ങൾ എവിടുന്നാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, DG ഷിപ്പിംഗ് അപ്രൂവ് ആയിട്ടുള്ള മെഡിക്കൽ സെൻറ്റേഴ്സിന് മാത്രം, അതും DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൽ നിന്ന് മാത്രമേ ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പാടുള്ളൂ. അതെന്തായാലും നോട്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ, അപ്പോൾ കോഴ്സിന് മുന്നേ ഉള്ളത് നിങ്ങൾ എന്തായാലും ചെയ്യണം. ഇനിയിപ്പം ഷിപ്പ് നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടി, ഒരു കമ്പനി പറയും നിങ്ങൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പം, ചില കമ്പനീസ് മുൻകൂട്ടി പൈസ കൊടുക്കും. അതായത് അവർ കമ്പനിയുടെ ചെലവിൽ തന്നെ കമ്പനി ഫുള്ള് നോക്കിക്കോളും. പൈസ കൊടുക്കും മീൻസ് കയ്യിൽ പൈസ കൊടുക്കുന്നല്ല, കമ്പനിയാണ് ആ ചെലവ് നോക്കുന്നത്. എത്രയാണോ ഈ ഒരു മെഡിക്കലി ഫിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതിൻ്റെ കംപ്ലീറ്റ് ചെലവ് കമ്പനി നോക്കും. ചില കമ്പനീസൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഈ ഒരു ടെസ്റ്റിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും പൈസ എടുക്കേണ്ടി വരും. അതിനുശേഷം നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഷിപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഫസ്റ്റ് സാലറിയിൽ ഈ ഒരു ടെസ്റ്റിനും കൂടി എടുത്ത എമൗണ്ട് ക്രെഡിറ്റ് ആവും, സാലറീൻ്റെ കൂടെ ക്രെഡിറ്റ് ആയിട്ട് വരും. അപ്പോഴങ്ങനെയാണ് ഇപ്പോൾ നടന്ന് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എമൗണ്ട് എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകം നോട്ട് ചെയ്യുക, ഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്താണത്തെ
സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ കോഴ്സിൻ്റെ ടൈം ഉള്ളതല്ല. ഇനി ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് നോക്കാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ഫസ്റ്റ് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ബ്ലഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെയാ, ഹീമോഗ്ലോബിൻ നോക്കും, അതുപോലെ ഈസ്നോഫില്ല്, ന്യൂട്രോഫില്ല്, പിന്നെ മലേറിയ ഉണ്ടോ, അതുപോലെ HIV ഉണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കും. പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം ഒരു USG ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാൻ കൂടി ചെയ്യിക്കും. അതിൽ നിങ്ങളുടെ കിഡ്നിയുടെയും ലിവറിൻ്റെയും ഫങ്ഷൻസ് പ്രോപ്പറായിട്ടാണോ നടക്കുന്നത്, പിന്നെ ഈ ഒരു കിഡ്നീൻ്റെയൊക്കെ സൈസ് കറക്റ്റ് ആണോ, വല്ല കിഡ്നി സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു USG അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത്. ഈ അൾട്രാസൗണ്ട് സ്കാൻ വരെ ഉള്ളത് നിങ്ങൾ ഫുഡ് കഴിക്കാതെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിരിക്കും നോക്കുക. പിന്നെ വരുന്ന സ്കാൻസും കാര്യങ്ങളൊക്കെയാണ് ECG എടുക്കും. ECGയിൽ പ്രോപ്പർ ആണോ, വാല്യൂസും കറക്റ്റൊക്കെയാണോ വരുന്നത് നോക്കും. പിന്നെ കേൾവി ശക്തി, ഇയർ ടെസ്റ്റ് ചെയ്യും. കേൾവി ശക്തി കറക്റ്റായിട്ടാണോ, എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ ഐസൈറ്റ് നോക്കും. ഐസൈറ്റ് മസ്റ്റായിട്ട് നോക്കുന്ന കാര്യമാണ്. അതായത് എഞ്ചിനിലേക്കാണെങ്കിലും ഡെക്കിലേക്കാണെങ്കിലും ഓരോ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂസിൽ നിങ്ങൾക്ക് വിഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കായാലും കളർ ബ്ലൈൻഡ്നെസ് പാടില്ല. കളർ ബ്ലൈൻഡ്നെസ് ഉള്ളത് അതുകൂടി ചെക്ക് ചെയ്യും, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അതുകൂടി ഇപ്പം വിഷനൊക്കെ പ്രോപ്പറായി, പക്ഷേ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അത് വാലിഡ് ആവില്ല. ഐ വിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 6/6 ആയിരിക്കണം വിഷൻ വേണ്ടത്. ഇനി ഒരു കണ്ണിൽ 6/9 ആയാലും വലിയ കുഴപ്പമില്ല. എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ 6/9 ആണ് വേണ്ടത്. ഇനി ഒരു കണ്ണിൽ 6/12 ആയാലും വലിയ സീന് വരുന്നില്ല. പിന്നെ നെക്സ്റ്റ് നോക്കുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ്. ഹൈറ്റ് വെയിറ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, ബോഡി മാസ് ഇൻഡെക്സ് പ്രോപ്പർ ആയിരിക്കണം. ഇത്രയൊക്കെയാണ് ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. വലുതായിട്ട് പറയാനൊന്നുമില്ല, ഇത്രയും പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കമൻ്റ് ആയാലും ഇൻസ്റ്റയിൽ ആയിക്കഴിഞ്ഞാലും കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് കുറച്ച് കുട്ടിക്ക് ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും ഇനി ഡൗട്ടുള്ളവർക്ക് കൂടി മനസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ, അത് മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. മെർച്ചന്റ് നേവി റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ ഇൻസ്റ്റ ID ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് കുട്ടികൾക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട് ഈ വീഡിയോസ് എന്നൊക്കെ അറിയാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നിങ്ങളെപ്പോലെ ഈ ഒരു കോഴ്സ് അതായത് മെർച്ചന്റ് നേവി റിലേറ്റഡ് കോഴ്സസ് ഒക്കെ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നവർക്ക് പല തരത്തിലുള്ള ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോസ് ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഇങ്ങനൊരു ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോഴേ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ജോലിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ മെസ്സേജ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ സ്പെഷ്യലി വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാവുന്നതാണ്. ഞാനതൊക്കെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.